തലസ്ഥാനത്ത് തുടരുന്ന ഈ കനത്ത മഴ റോഡ് ഗതാഗതത്തെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്. റൺവേ കാണാനാകാതെ വന്നതോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനത്തിന്റെ ലാൻഡിംഗ് പോലും വൈകിയിട്ടുണ്ട്. കുവൈത്ത് എയർവേസിന്റെ വിമാനമാണ് ഇങ്ങനെ ലാൻഡിംഗ് വൈകിയത്. ഇന്ന് രാവിലെ 5:45 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം ആയിരുന്നു. പക്ഷേ മഴ അവിടെയും വില്ലനായി. നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് പൈലറ്റിന് റൺവേ കാണാനായില്ല. ഇതിന് പിന്നാലെ 1 മണിക്കൂറോളം വൈകിയാണ് വിമാനം ലാൻഡ് ചെയ്തത്. ശാലിനി നൽകും കൂടുതൽ വിവരങ്ങൾ. ശാലിനി, അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാനത്ത് സ്മാർട്ട് റോഡുകളിൽ ഇപ്പോൾ ഗതാഗത കുരുക്ക് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് റൺവേ കാണാനില്ലാത്തതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വിമാനങ്ങളടക്കം തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ടുള്ളതിന്റെ വിമാനത്തിന്റെ ലാൻഡിംഗ് അടക്കം ഇന്ന് രാവിലെ വൈകിയാണ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. അലേർട്ടുകൾ തുടരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനത്തിന്റെ ലാൻഡിംഗ് ഇപ്പോൾ വൈകിട്ടുള്ളത്. കുവൈറ്റ് എയർവേസിന്റെ വിമാനത്തിന്റെ ലാൻഡിംഗ് ആണ് വൈകിയിരുന്ന് രാവിലെ 5:45 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനമാണ് മഴ കാരണം ലാൻഡിംഗ് നടത്താൻ കഴിയാതെ വൈകി ലാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് പൈലറ്റിന് റൺവേ കാണാനായില്ല. ഈ സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ലാൻഡിംഗ് പിന്നീട് വൈകിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ 1 മണിക്കൂറോളം വൈകിയാണ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 5:45 എത്തിയ വിമാനമാണ് ആദ്യഘട്ടത്തിൽ റൺവേ നോക്കി ഇറങ്ങാൻ ശ്രമം നടത്തിയത്. പക്ഷേ കനത്ത മഴ റൺവേ കാണാൻ പറ്റാത്തൊരു സാഹചര്യം, ഒപ്പം തന്നെ മൂടൽമഞ്ഞടക്കം ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 1 മണിക്കൂർ വൈകി ആണ് ഈ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് വട്ടമിട്ട് പറക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം സേഫായിട്ട് തന്നെ ഇപ്പോൾ വിമാനം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനിയും തുടർച്ചയായി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. തലസ്ഥാന ജില്ലയിൽ 14 ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനത്താവള പരിസരത്തും ഇത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. വിമാനത്താവളത്തിലേക്ക് എത്തുന്നവരെയും ഒപ്പം തന്നെ വിമാനം ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് സമാനമായി വിമാനത്താവളത്തിലേക്ക് എത്തുന്നവരെയും ഒപ്പം തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങി മറ്റു ജില്ലകളിലേക്ക് അടക്കം പോകുന്നവരെയും ഈ കനത്ത മഴ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ശാലിനി തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കാരണം സ്മാർട്ട് റോഡുകളെല്ലാം സ്മാർട്ടായി വെള്ളത്തിനടിയിൽ തന്നെയാണ്.